വീട്ടിൽ നിന്ന് തന്നെ പോകണമെന്നാണെങ്കിൽ പറയാം, ഞാൻ പോവാം. ഇനി ഒരിക്കലും തന്നെ കാണരുതെന്നാണെങ്കിലും പറയാം, അതും ആവാം. പക്ഷേ കൺമുമ്പിൽ ഒഴിഞ്ഞു മാറില്ല. വയ്യ. ഇഷ്ടപ്പെടരുതെന്ന് പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നു ആദ്യം, അന്നത് പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ മനസ്സിൽ നിന്ന് പറിച്ചറിയാൻ കഴിയില്ല. എനിക്ക് മാത്രമല്ല, തനിക്കും. എത്ര ഒഴിഞ്ഞു മാറിയാലും എത്ര പിണങ്ങി നടന്നാലും ആ മനസ്സിന് പോകില്ല ഞാൻ. ഉത്തരവാദിത്തങ്ങള് സ്വയം ഏറ്റെടുത്തതാണ് ഞാൻ. അച്ഛൻ മരിക്കുമ്പോ പ്രീ ഡിഗ്രി പരീക്ഷ ക്ലാസ് കിട്ടുന്ന ഉറപ്പുണ്ടായിരുന്നു, എന്നിട്ടും എഴുതിയില്ല. അച്ഛനൊന്നും ബാക്കി വെച്ചില്ല. മക്കൾക്ക് തന്ന സ്നേഹവും കുറെ കടങ്ങളും അല്ലാതെ. ഇച്ചേച്ചിയും ചെറിയച്ചയും പാവങ്ങളാ. അവരെ സങ്കടപ്പെടുത്തിയിട്ട് എനിക്ക് മാത്രം ഒരു സന്തോഷം വേണ്ട. എന്നെങ്കിലും അവർക്ക് അവരുടേതായൊരു ജീവിതം ഉണ്ടാവണ വരെ അവർക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. അതിനു വേണ്ടി ഉപേക്ഷിക്കാൻ എനിക്ക് ഈ സ്നേഹമുള്ളൂ. തന്റെ സന്തോഷം മാത്രമല്ല, സങ്കടം പങ്കുവെക്കാനാ ഞാൻ സ്നേഹിച്ചത്. കേസ് തോറ്റാ ഇറങ്ങി കൊടുക്കേണ്ടി വരും. അവിടെ പൈസ മുത്തശ്ശിനും കൊണ്ട് എങ്ങോട്ട് പോകും നിങ്ങൾ? അറിയില്ല. ഒരു പക്ഷെ ഒരു ദിവസം രാവിലെ പത്രത്തിലൊരു വാർത്ത, ഒരു മാഷ്ട മക്കള്. വേണ്ട, കൂടുതൽ പറയണ്ട. അനുവാദം തന്നില്ലെങ്കിലും അവകാശം പിടിച്ചു വാങ്ങാൻ ഞാൻ. ഇനി തീരുമാനങ്ങൾ ഞാനെടുക്കും. ആരുമില്ല എന്നുള്ള തോന്നലുണ്ടാവരുതിനി. മുത്തശ്ശി ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുന്നതിന് മുന്നേ വിച്ചേച്ചനും ചെറിയച്ചനും കല്യാണം താൻ നടത്തും. തന്റെ കൂടെ നിന്ന് ഞാൻ നടത്തും. പിന്നെ ഒരു കൊച്ചു പന്തലില് ഒരു കൊച്ചു കല്യാണം. നമ്മളെ ഒന്നേന്ന് വിളിച്ചോടല്ല നമ്മള്. മൂന്ന് ജോഡി ചെരുപ്പ് തേഞ്ഞു. ഇനി ഇത് കയ്യിലെടുത്ത് നടക്കാനാ പാവം. പോയ കാര്യം എന്തായാലും കൂട്ടി? ഇന്നിപ്പോ തിരുവില്ലാമല, ഇന്നലെ പ്ലാപ്പറ്റ, മിനിഞ്ഞാന്ന് മാറഞ്ചേരി. പീടികയിലൊന്ന് നിർത്തിയിട്ട് പോവാൻ ഒരാളെ കിട്ടാണ്ടായി. അതാ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. രാവിലെ പീടിക തുറന്ന കൃത്യമായിട്ട് ബ്രോക്കർ ശങ്കരൻകുട്ടി ഹാജര്. നേരെ വിടുക മണ്ണാർക്കാട്ടേക്ക്. അവിടെ ഒരു ചെക്കനുണ്ട്, നോക്ക പോയി. ചെന്നപ്പോ ചെക്കന്റെ കുട്ടിയുടെ ചോറൂണ്, പിന്നെ സദ്യ കൊണ്ട് പോന്നു. ആ ബ്രോക്കറുടെ മുടിഞ്ഞ പഴയ ഡേരി ഒന്ന് മാറ്റാൻ പറഞ്ഞ മാറ്റമില്ല. താൻ കാര്യം പറയാ മുട്ടി. പറയാ ഏടത്തിയേ, ഇത്തിരി തണുത്ത വെള്ളം വേണേ. ദേഹക്കൊന്ന് തണുക്കട്ടെ. നാട്ടുകാരിപ്പൊ എന്റെ ഒരു പേര് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കേൾക്കണം നിനക്ക്? ബ്രോക്കർ ടൈലർ. കേൾക്കാൻ നല്ല സുഖമുള്ള പേരല്ലേ? ഈ എലിസബത്ത് ടൈലർ എന്നൊക്കെ പറഞ്ഞ പോലെ. ആശ്വാസായി. ഇനി കടുപ്പത്തിൽ ഒരു ചായ. ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. തൽക്കാലം നമുക്കൊരു കോഴിയിൽ ഒതുക്കാം അല്ലേ? തൽക്കാലം നമുക്കൊരു ചായയിൽ ഒതുക്കാം. എന്നാ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. താൻ പറഞ്ഞിട്ട് വരാം കുട്ടി. ഒടുവിൽ ലക്കിടിയിലെ പുഴയുടെ സൈഡിലെ നല്ല ഐശ്വര്യമുള്ളൊരു പഴയ മാളിക വീട്. അവിടെ ചെന്നപ്പോ ചെക്കന്റെ 16 അടി യന്ത്രം, എന്നിട്ട് സദ്യ ഉണ്ടെങ്കിൽ പോന്നു അല്ലേ? അല്ല, അതല്ല. പിന്നെ അമ്മയില്ല, അച്ഛൻ ഇല്ല, പിന്നെ ആകുള്ളത് കുറെ പെങ്ങന്മാര്, അവരും ഇല്ല. ഈ തന്തയും തള്ളില്ലാത്തവർക്ക് നമ്മൾ എങ്ങനെ കുട്ടിയെ? അയ്യോ, ഉണ്ടായിരുന്നു, മരിച്ചുപോയതല്ലേ. ഓ, നല്ല ജോലിയുണ്ട് സൊസൈറ്റിയില്ല. മിണ്ടാപ്രാണിയാണ്, ഉപദ്രവിക്കണവരെന്ന് അവരുടെ രാമൻകുട്ടി. പച്ചപ്പാവം. പെൺകുട്ടിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ താൻ അവരോട് പറഞ്ഞിരിക്കണോ? മുഴുവൻ അങ്ങോട്ട് വിസ്തരിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഒരു കല്യാണക്കാര്യത്തിന് കുത്തിയിട്ടതും മുളച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അവര് വന്ന് കുട്ടിയെ കാണുകയൊക്കെ വേണ്ടേ? പിന്നെ നാളെങ്കിൽ നാളെ അവര് റെഡി. ഇച്ചേച്ചി അങ്ങനെ പറയരുത്, നല്ല ഇച്ചേച്ചിയല്ലേ. ഞങ്ങൾ എത്ര ആശിക്കണതാ ഇച്ചേച്ചിയുടെ കല്യാണം നടക്കാൻ. മുത്തശ്ശി എപ്പോഴും അത് തന്നെയല്ലേ പ്രാർത്ഥിക്കണത്. ഇത് നല്ല ആലോചനയാ. ഇച്ചേച്ചിക്ക് ആളെ ഇഷ്ടാവും. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഉം. എന്തായി ചേച്ചി ഇത്?
ഈശ്വര, ഈ കല്യാണം എന്നൊക്കെ പറയണത് സന്തോഷിക്കേണ്ട കാര്യമല്ലേ? അതിനെന്തിനെത്ര വിഷമിച്ചിരിക്കണത്? ഒക്കെ അങ്ങോട്ട് സമ്മതിക്ക, ഒരു പ്രശ്നമില്ല. നല്ല ചെക്കനാണ് വരുന്നത്. ഇപ്പോ ഒക്കെ വെറുതെ തോന്നും. കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ കുട്ടികളൊക്കെ ഒക്കെ തെളിച്ച് ഇങ്ങനെ നടക്കുമ്പോ ഇച്ചേച്ചിക്ക് തോന്നും, അയ്യേ ഞാൻ അന്ന് കരഞ്ഞത് എത്ര വിഡിത്തമായെന്ന്. വിഡിത്തം എങ്ങനെ പറയാ? വിഡിത്തമായെന്ന്. തൽക്കാലം നീ വിഡിയാകും, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോട്ടെ. ഇപ്പൊ ഞാൻ വിഡിയാവും, കുറച്ച് നീ ആവണം. ഇച്ചേച്ചി, ഇതൊരു ലൈഫിന്റെ ഒന്നും മിണ്ടരുത് സംസാരിക്കരുത്, ഇനി ഒരു വാക്കുപോലും മിണ്ടരുത്. ഇതോടല്ല ഇവിടെ ചിരിച്ചു സമ്മതിച്ചു. ഇച്ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചു. അതെ, മൗനം സമ്മതം എന്നാ പറയണത്. സുകുമാരന്റെ അനിയ, കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശ് വേണ്ടേ? അല്ല, അവര് വൃത്തിയായിട്ടൊന്നും ചോദിച്ചില്ല എന്ന് വെച്ചാലും കയ്യിലും കാതിലൊക്കെ എന്തെങ്കിലും ഇട്ടു കൊടുക്കണ്ടേ? അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം മുത്തശ്ശി. ആദ്യം ചെക്കൻ വന്ന് ഇച്ചേച്ചൊന്ന് കാണട്ടെ. എന്നാലും പുഴ അങ്ങോട്ട് പറ്റിയാലോ ചങ്ങല അങ്ങോട്ട് പൊട്ടിയാലോ എന്നൊക്കെ ഇപ്പോഴും വിചാരിച്ച് പിടയ്ക്കണോ? അതല്ല ടൈലറെ, ചെന്നൊരു സഹായം ചോദിക്കാൻ തന്നെ ആരാ ഉള്ളത്? ഞങ്ങളൊക്കെ ഇല്ലേ മുത്തശ്ശി? ഞങ്ങളുണ്ട്. എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും. അപ്പോഴത്തെ ദേഷ്യത്തിന് സുകുമാരന്റെ അനിയനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ. എനിക്കിപ്പോ ഓർക്കുമ്പോ വ്യസനുണ്ട്. അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നില്ലേ മുത്തശ്ശി? ആങ്ങള ഒരെണ്ണം ഉള്ളത് തലതിരിഞ്ഞു പോയതിന് പകരം ഭഗവതി കൊണ്ടു തന്നതാണ് എന്നെ. ചെക്കന്റെ വീട്ടുകാർ വരുമ്പോ ചോദിക്കില്ലേ പെണ്ണിന് കാരണവന്മാരാരുമില്ലേന്ന്? ഞാൻ പല ആലോചിക്കണം. അതിന് മുത്തശ്ശി ഉണ്ടല്ലോ, അത് തന്നെ ധാരാളം. അത് പോരാ, ചില നാട്ടുനടപ്പൊക്കെ ഉണ്ട്. ഒന്നുമില്ലെങ്കിലും പേരിനൊരു അമ്മാമുണ്ടല്ലോ കുട്ടികൾക്ക്. അല്ല, വരൂല്ല നിശ്ചയ. എന്നാലും വിളിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. വിളിച്ചാലും വരാൻ പോണില്ല, പിന്നെ എന്തിനാ നാണം കെടാൻ നിൽക്കണേ? വരോ വരില്ലയോ അത് അയാളുടെ ഇഷ്ടം. എന്നാലും ചെന്ന് പറയേണ്ട ഒരു കടമയുണ്ട്. മുത്തശ്ശി പോയാ മതി, എന്നെ കാക്കണ്ട. ഞാൻ പോവും, സുമാന്റെ അനിയനെയും കൂട്ടി പോവും. എന്താ സുമാന്റെ അനിയ? ഞാൻ വരാം, പക്ഷെ ഒരു കണ്ടീഷൻ. സുകുമാരന്റെ അനിയാന്ന് മാറ്റി ഇടയ്ക്കെങ്കിലും മുത്തശ്ശി എന്റെ പേരൊന്ന് വിളിക്കണം. ഇല്ലേ ഞാൻ തന്നെ എന്റെ പേര് മറന്നുപോകും. ആരും സഹായം ചോദിച്ച ഇനി ഈ പടി കയറുന്നില്ല, അതിന്റെ പേരിൽ കാശ് ചെലവാവുന്ന് പേടിക്കണ്ട അച്ചുവന്നാര് എന്ന് പറഞ്ഞ് അട്ടകസിച്ച് പോയല്ലോ ഉദ്യോഗസ്ഥ. എന്നിട്ടിപ്പ എന്തായി? ഇപ്പോഴും കാശൊന്നും ചെലവാക്കണ്ട, ഒരാളായിട്ട് ഒന്നിങ്ങനെ നിന്ന് തന്നാ മതി. കാശിന് പകരം പുളിങ്കുരി മതിയാവോ കല്യാണ ചെലവിന്? ഇത് പുളുങ്കുരു കൊണ്ട് നടത്തുന്ന കല്യാണ, അങ്ങനെയും കല്യാണം നടത്താലോ. വാ, അറിയാറില്ല. ഇയാളുടെ വേഷം എന്താണാവോ ഈ കല്യാണ സൗഗന്ധികത്തില്? ഞാൻ പറഞ്ഞോളൂ അച്യുതാ, സുമാരന്റെ അനിയൻ. ഇവന്റെ ഉത്തരവാദിത്തല ഒരാലോചന വന്നിരിക്കണം. നന്നാവും, വളരെ നന്നാവും. അയൽക്കാരന്റെ ഉത്തരവാദിത്തം ആവുമ്പോ വളരെ നന്നാവും. അപ്പൊ എന്റെ വേഷം എന്താണാവോ ഈ കഥയില്? ഹനുമാൻ, നിങ്ങൾക്ക് ആ വേഷം നന്നായിട്ട് ചേരാ. ഒന്ന് അവിടെ വരെ ചെന്നിട്ട് പോരും മനുഷ്യ. നാട്ടുകാരെങ്കിലും ബോധിപ്പിക്കാലോ. നീ നാട്ടുകാരെ ബോധിപ്പിക്കണമെന്ന് എന്റെ ഭാര്യയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ വരാം. ഇതും കൂടി വെച്ചാ ഈ ചേച്ചി സുന്ദരി കുട്ടിയായി. കുട്ടികളെ, അമ്മാമ വന്നിരിക്കണോ? വന്നു ശകുനി. ഇയാള് കീഴോട്ടൂർ അമ്പലത്തിലെ ശാന്തിക്കാരനല്ലേ? വഴിപാടോ പൂജയോ വല്ലതും ഉണ്ടോ അതിന്റെ കൂടെ? ഉണ്ണിയന്റെ സുഹൃത്താ. ഓ, അപ്പൊ അയൽവാസിക്ക് മാത്രല്ല കൂട്ടുകാരന് ക്ഷണുണ്ടല്ലേ? ഞാൻ അറിഞ്ഞില്ല. ഇങ്ങോട്ട് ഇരിക്കേ. ഓ, ഇരുന്നോളാം. ആരതി, അമ്മാമയ്ക്ക് കാപ്പി കൊണ്ടുവരോ? കാപ്പി വേണ്ട. ഇന്ന് നമ്മുടെ അധികാരി കൃഷ്ണനാരുടെ മോളുടെ പുടമുറിയാ പോണം. കൃഷ്ണനാരി ഞാനുമായിട്ട് അത്രയ്ക്ക് അടുപ്പാ. അതിന്റെ ഇടയിലപ്പ ഇത്. എന്താ അവരെ കാണാത്ത? 10:30 വരാന്നാ പറഞ്ഞിരുന്നത്. അവിടെയുള്ളൂ. കാപ്പി വേണ്ടാന്നാ പറഞ്ഞേ. അവരോടെ ഇങ്ങോട്ട് വാ. വരണില്ല. വരണില്ലേ? എന്തേ? ഇറങ്ങാൻ നിന്നതാ. അപ്പഴാ ചെക്കൻ്റെ ഒരു അമ്മാമ വന്നത്. ഈ അമ്മാമാരെല്ലാവർക്കും പ്രശ്നമാണല്ലോ. എന്താ കാര്യം പറഞ്ഞു? തുണിക്കടയിൽ വെച്ച് അനിയത്തിയെ കണ്ടിട്ടുണ്ടത്രേ. അത് വേണമെങ്കിൽ ആലോചിക്കാന്ന്. അത് അവരാലോചിക്കണ്ട. അവര് വരുന്നില്ല അല്ലേ? ചെറിയമ്പ്രാൻ മരത്തിൽ കണ്ടത് ചെറുമൻ മാനത്ത് കണ്ടു എന്നൊരു ചൊല്ലുണ്ട്. ഞാൻ അത് നേരത്തെ ഊഹിച്ചു. 11 മണിക്കാണ് കൃഷ്ണനാരോടെ മുഹൂർത്തേ. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയ മുഹൂർത്തത്തിന് മുമ്പ് അങ്ങോട്ട് എത്താം. അപ്പൊ എനിക്കങ്ങോട്ട് പോവാലോ അല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് അച്യുതാ? എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ ആളുണ്ടല്ലോ ഇവിടെ. പോരാത്തേന് അയൽവാസിയും ചങ്ങാതിയും ടൈലറും. ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ ഇനി ഇതുപോലെ വന്നു പോവാം.
ചേച്ചിയോട് എങ്ങനെയത് പറയാ? അതാ ഞാൻ ആലോചിക്കണേ. മൂത്ത കുട്ടിക്കൊരാലോചന, അതുമായിട്ട് വന്നതാ അവര്. കണ്ട അണ്ടനും അറവാടനും കയറി നിറങ്ങാനല്ലോ എന്റെ വീട്. ഇറക്കി വിടൂരെ? അത് ഓ, ഇറക്കി വിടാൻ പ്രയാസം ഉണ്ടാവൂലേ? തള്ളയും കൂടി അറിഞ്ഞിട്ടാണോ ഇവിടെ ഒക്കെ? നാളല്ലേ തള്ള ഈ വയസ്സ് കാലത്ത്? ആട്ടക്കാരുടെ മക്കള് പാരമ്പര്യം കാട്ടണല്ലോ. പക്ഷെ അത് എന്റെ വീട്ടിൽ വേണ്ട. നിക്കണ്ടല്ലോ മൂന്നെണ്ണം ഒരേപോലെ സൗകര്യമായിട്ട്. കാശൊക്കെ കൃത്യമായിട്ട് കൊടുക്കണ്ടോ അതോ കടം പറഞ്ഞാ പോക്ക്? അധികം വളത്തിലെടുത്താ എല്ലാത്തിനും അകത്തിട്ട് ഈ പേർക്ക് തീ വെക്കും ഞാൻ.